കണ്ണൂർ കായലോട് യുവതി ആത്മഹത്യ ചെയ്തത് സദാചാര ഗുണ്ടായിസത്തെ തുടർന്നെന്ന് ഉറപ്പിച്ച് പോലീസ്. ആൾക്കൂട്ട വിചാരണ നേരിട്ട യുവതിയുടെ ആൺ സുഹൃത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. കേസിൽ പിടിയിലായത് ബന്ധുക്കൾ തന്നെയെന്ന് റംസീനയുടെ പിതാവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. യുവതിയുടെ ആൺ സുഹൃത്തിനെ SDPI ഓഫീസിൽ ആൾക്കൂട്ട വിചാരണ നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ആൾക്കൂട്ട വിചാരണയും സദാചാര ഗൂണ്ടായിസവും നടന്നതിൽ മനം നൊന്താണ് റസീന ആത്മഹത്യ ചെയ്തത് എന്ന് പോലീസ് ഉറപ്പിക്കുന്നു. ഇത് വ്യക്തമാക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചതിന് പിന്നാലെയാണ് 3 പേരുടെ അറസ്റ്റിലേക്ക് എത്തിയത്. കൂടുതൽ പേർ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുമെന്നാണ് സൂചന. മർദ്ദനമേറ്റ ആൺ സുഹൃത്തിന്റെ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് നീക്കം. എന്നാൽ നിലവിൽ ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ്. ഈ കേസിൽ ഇതുവരെ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നേ ദിവസം ഈ 3 പേര് കൂടാതെയുള്ള ആൾക്കാരും അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. മരണപ്പെട്ട സ്ത്രീയുടെ സുഹൃത്തായിട്ടുള്ള ഒരു റഹീസിന് കൂടുതലായിട്ട് പോലീസിന് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആൺ സുഹൃത്തിന്റെ പങ്കും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് റസീനയുടെ കുടുംബം തലശ്ശേരി ACPക്ക് പരാതി നൽകി. സംഭവം നടന്ന ദിവസം റസീന വിഷമത്തിലായിരുന്നുവെന്ന് പിതാവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. എന്താണ് കാരണം എന്ന് പറഞ്ഞിട്ടില്ല. പിടിയിലായത് ബന്ധുക്കൾ തന്നെയെന്നും പിതാവ്. ഇതിലെ ഈ പിടിയിലായവരെ നിങ്ങൾക്ക് മുമ്പ് അറിയോ? ഈ 3 പേര് അറസ്റ്റിലായിട്ടില്ലേ? അവരെ നിങ്ങൾക്ക് അതിനിടെ SDPI ഓഫീസിൽ നടന്ന വിചാരണയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആൺ സുഹൃത്തിനെ ഒരു സംഘം ചോദ്യം ചെയ്യുന്നത് ദൃശ്യങ്ങളിലുണ്ട്. ബന്ധുക്കളെ വിളിച്ചു വരുത്തി ചർച്ച നടത്തുകയാണ് ചെയ്തതെന്നാണ് SDPIയുടെ വിശദീകരണം. റിപ്പോർട്ടർ, കണ്ണൂർ.